എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. പുനലൂർ വെസ്റ്റ് മാർത്തോമാ യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 49 ദിവസമായി നോമ്പിൻ്റെ സുഗന്ധം എന്ന ലേബലിൽ എല്ലാവർക്കും ധ്യാനിക്കത്തക്കവണ്ണം ഒരു ധ്യാന ക്രമീകരണം നിർവഹിച്ചതിൽ ഉള്ള സന്തോഷം അറിയിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈസ്റ്റർ ദിനമാണ്. ലോകമെങ്ങുമുള്ള തിരുസഭ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്ന രക്ഷയുടെ സന്തോഷ ദിനമാണ് ഇന്ന്. ഉയർപ്പ് എന്നുള്ള പദം കൊണ്ട് തന്നെ അത് ഒരു എഴുന്നേൽപ്പാണ്. നാം ആയിരിക്കുന്ന തലങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും ജീവിതക്രമങ്ങളിൽ നിന്നും ഉയർന്ന് ദൈവികമായ തലത്തിലേക്കുള്ള ഒരു ഉണർവും ഉയർത്തെഴുന്നേൽപ്പുമാണ്. ഉദ്ധാനം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് കേവലം ഒരു പുനർജീവനമല്ല, അത് മനുഷ്യാസ്തിത്വത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്കുള്ള ഒരു ഉണർവും ഒരു വളർച്ചയുമാണ്. പരിമിതിയുള്ള ഒരു ലോകത്തിൽ നിന്ന് പരിമിതിയില്ലാത്ത ദൈവിക അനുഭവങ്ങളിലേക്കുള്ള ഒരു ഉയർച്ചയാണ്. അത്തരത്തിൽ സഭയുടെ ഏറ്റവും അല്ലെങ്കിൽ പരമപ്രധാനമായ ഉത്സവങ്ങളിലൊന്നാണ് ഉയർപ്പിൻ്റെ ഉത്സവം അല്ലെങ്കിൽ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പെരുന്നാൾ. യുവജനങ്ങളെ പ്രത്യേകമായി മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു കാര്യം മാത്രം ആശംസയായി പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതുമായ കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് ഞാനും ഉയർത്തെഴുന്നേൽക്കും എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഓരോ മാർത്തോമാ യുവജന സഖ്യത്തിൻ്റെ അംഗവും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശരീരമാണ് എൻ്റേത് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ശരീരത്തെ ഒരു രീതിയിലും മിസ്യൂസ് ചെയ്യുവാൻ നമുക്ക് അനുവാദമില്ല. കാരണം ഈ ശരീരം യേശുവിൻ്റെ ശരീരത്തെ പോലെ നമ്മൾ സൂക്ഷിച്ച് ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഈ ശരീരത്തെ നമ്മൾ രൂപാന്തരപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഈ നാളുകളിൽ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റും ദുരുപയോഗവും അതിലൂടെ നമ്മുടെ ഈ ശരീരത്തെ മലീമസമാക്കുകയും ദൈവത്തിന് വസിക്കുവാനുള്ള ദൈവത്തിൻ്റെ മന്ദിരമായി ശരീരത്തെ നമ്മൾ പല രീതിയിൽ പൊള്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് 2025 ഈസ്റ്റർ ദിനത്തിൽ മാർത്തോമാ സഭയിലെ യുവജനങ്ങളോട് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത്, നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈ ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കൃത്യമായ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി എപ്പോഴും സമർപ്പിച്ച് വിശുദ്ധിയിൽ നമ്മുടെ ജീവിതത്തെ പരിരക്ഷിച്ച് വിശുദ്ധിയായ ദൈവം പാർക്കുവാനുള്ള മന്ദിരമാണ് നമ്മൾ എന്നുള്ള ബോധത്തിൽ വളരെ കൗതാശികമായി നമ്മുടെ ശരീരത്തെയും ചിന്തകളെയും മനസ്സുകളെയും നമ്മൾ ക്രമീകരിക്കണം എന്ന ഒറ്റ ആശംസ എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് 2025 ഈ ഈസ്റ്റർ ദിനത്തിൽ എല്ലാവർക്കും ഉയർപ്പിൻ്റെ സന്തോഷവും സമാധാനവും ആശംസിക്കുന്നു. ദൈവം നമ്മെയും യുവജന സഖ്യത്തിലൂടെ ലോകത്തെയും കൂടുതൽ ഉയർപ്പിൻ്റെ പ്രകാശത്തിലും നീതിബോധത്തിലും സത്യസന്ധതയിലും നിലനിർത്തുവാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.